നമസ്കാരം. നെതന്യാഹുവിനൊപ്പം ചേർന്ന് ഇറാൻ യുദ്ധം തുടങ്ങി ഒടുക്കം യുഎസിലും പുറത്തും നിൽക്കക്കള്ളി ഇല്ലാതായതോടെയാണ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയെങ്കിലും സമാധാന ചർച്ചകൾക്ക് വഴിയൊരുക്കണം എന്ന് വിചാരിച്ച് പ്രഖ്യാപിച്ച് ഇറങ്ങിത്തിരിച്ചത്. എന്നിട്ട് ഒടുവിൽ ഒരു വിധമാണ് പാകിസ്ഥാൻ മുൻകൈയെടുത്ത് നടത്തിയ മധ്യസ്ഥ ചർച്ചയിലൂടെ, ഇസ്ലാമാബാദ് ചർച്ചയിലൂടെ കരകയറാനുള്ള വഴി തുറന്നു കിട്ടിയത്. ഇറാനും ഇതോടെ തുറന്ന സമീപനം കൈക്കൊണ്ടു. ആദ്യം സംശയിച്ച് മുന്നോട്ട് പോയിരുന്നു എങ്കിലും ലബനനിൽ ഇസ്രായേലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഹോർമുസും തുടർന്നു. രണ്ടാം ഘട്ട ചർച്ചകൾക്കുള്ള വഴി തെളിഞ്ഞു എന്ന് നമ്മളെല്ലാം കരുതി. എന്നാൽ യുദ്ധത്തിൽ ഒടുവിലാകുമ്പോൾ വിജയം തനിക്ക് കൈവിട്ടു പോകുമോ എന്ന ഭീതിയിൽ ട്രംപ് നടത്തിയ സോഷ്യൽ മീഡിയ തള്ളുകളും വെല്ലുവിളികളും ഹോർമുസിലെ ആകാശ ഭീഷണികളും നാവിക ഭീഷണികളുമെല്ലാം തിരിച്ചടിച്ചു. ഉടൻ ഹോർമുസ് അടച്ചതായി, അത് തുറന്നതിന് ശേഷം ട്രംപ് ഈ ഭീഷണികൾക്ക് ശേഷം ഇറാൻ തന്നെ പ്രഖ്യാപിച്ചു. ഇതോടെ കഥ വീണ്ടും പഴയപടിയായി. എണ്ണ പ്രതിസന്ധി, ഓഹരി വിപണി തകർച്ച, ആഗോള എണ്ണ വിതരണ അവതാളം, യുഎസിന്റെ സാമ്പത്തിക പ്രതിസന്ധി, ട്രംപിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ലോകം വീണ്ടും കീഴ്മേൽ മറയുന്ന സ്ഥിതി. ഇനി ഇറാൻ യുദ്ധത്തിന്റെ ഭാവി എന്താണ്? സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമോ? ഹോർമുസ് വീണ്ടും തുറക്കുമോ? പലവിധ ആശങ്കകളാണ് ലോകത്തിലാകെ പടരുന്നത്. പുതിയ സാഹചര്യം വ്യത്യസ്തമല്ല എന്നതാണ് പ്രധാനം. കാരണം യുഎസും ഇസ്രായേലും ഇറാൻ ആക്രമണത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ രൂപപ്പെട്ട സാഹചര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു ചക്രം പോലെ തുടരുകയാണ്. ഇറാൻ ആക്രമിക്കുന്നു, അതിനുശേഷം പലവിധ പ്രതിരോധം സൃഷ്ടിക്കുന്നു, ഹോർമുസ് പ്രതിസന്ധി ഉണ്ടാകുന്നു, അതടക്കുന്നു, വീണ്ടും ചർച്ച തുടങ്ങുന്നു. അങ്ങനെയുള്ള സമാനമായ സാഹചര്യമാണ് ഈ സമാധാന ചർച്ചയ്ക്ക് ശേഷം രൂപപ്പെട്ടത്. വീണ്ടും പഴയപടിയായി. ലോകത്തിലെ 1/5 എണ്ണ വിതരണം നടക്കുന്ന ഹോർമുസിൽ സ്വാധീനം കൈവശപ്പെടുത്തുക എന്നത് യുഎസിന്റെ വിദൂര സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നതാണെങ്കിലും ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നില്ല. പ്രഖ്യാപിത ലക്ഷ്യം ഇറാനിലെ ഭരണകൂട മാറ്റം ആയിരുന്നു. എന്നാൽ അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, അതിനിടെ ഹോർമുസ് ഉപരോധിച്ച് ഇറാൻ തിരിച്ചടിച്ചതോടെ അവിടെ ഉടൻ കയറി ആധിപത്യം സ്ഥാപിച്ച് കളയാം എന്ന ആഗ്രഹം യുഎസിന് ഇടക്ക് കയറിക്കൂടുകയും അതൊട്ട് നടക്കാത്ത സ്വപ്നമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്ത സാഹചര്യമാണ് രൂപപ്പെട്ടത്. ഇറാൻ ഹോർമുസ് ഇപ്പോൾ അടക്കുകയും ചെയ്തു. ഇതോടെയാണ് ട്രംപ് കൂടുതൽ പെട്ടത്. ഇറാൻ ഹോർമുസിൽ ആധിപത്യം സ്ഥാപിക്കുന്ന സ്ഥിതി തന്നെ തുടരുകയാണ്. ട്രംപ് മൂലം ഇപ്പോൾ ലോകം വീണ്ടും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടപ്പെട്ടിരിക്കുന്നു. നാറ്റോയെ വരെ ചീത്ത വിളിച്ചു. ഒടുക്കം നേരിട്ടുള്ള ഇടപെടലിൽ സമാധാന ചർച്ച വരെ കൈവന്നു. രണ്ടാം ഘട്ട സമാധാന ചർച്ചയെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോഴത്തെ ഈ വഴിത്തിരിവ്. ട്രംപിന്റെ അഹന്ത എല്ലാം തൊലച്ചു. സമാധാന ചർച്ചയുടെ പേരിൽ വിജയവും ആധിപത്യവും സ്ഥാപിക്കാൻ ട്രംപ് നടത്തിയ നീക്കം തിരിച്ചടിയായി. തുറന്ന മനസ്സുമായി രംഗത്തിറങ്ങിയ ഇറാൻ പിൻവലിഞ്ഞു. വീണ്ടും കാര്യങ്ങൾ തകിടം മറിഞ്ഞു എന്ന്. ഇറാൻ തുറന്ന ഹോർമുസ് അവർ തന്നെ അടച്ചു. ഇതോടെ സമാധാന ശ്രമങ്ങൾ അനിശ്ചിതത്വത്തിലായി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും പ്രതീക്ഷ ഇല്ലാതായിട്ടില്ല എന്നതാണ് വാസ്തവം. അടുത്ത ഘട്ട ചർച്ചകളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ഹോർമുസിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും എന്നൊരു പ്രശ്നം രൂപപ്പെട്ടു എന്ന് മാത്രം. ഹോർമുസ് തുറക്കുക എന്ന ആശയം നടപ്പാക്കണം. അതിനെന്താണ് തടസ്സം? യുഎസ് ഹോർമുസിൽ പ്രഖ്യാപിച്ച നാവിക ഉപരോധം അത് പിൻവലിക്കണം. അല്ലാതെ ഹോർമുസ് തുറക്കില്ല എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. വ്യവസ്ഥകളില്ലാതെ ഹോർമുസ് തുറക്കില്ല എന്ന നിലപാടിൽ. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ച് ഹോർമുസിൽ ഉപാധികളില്ലാതെ തുറന്നതോടെ യുഎസ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ചതിയായിരുന്നുവെന്ന് ഇറാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. മാത്രമല്ല, അത് ഉടൻ സാധ്യമാകണം എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം യുഎസുമായി ധാരണയിലെത്തിയ ആദ്യ വെടിനിർത്തൽ ഈ മാസം 22-ന് അവസാനിക്കും. ഇത് നീട്ടാനും സമാധാന ചർച്ചകൾക്ക് പുതിയ തീയതി നിശ്ചയിക്കാനും യുഎസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇറാൻ അത് ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇരുവിഭാഗങ്ങളും ധാരണയിൽ എത്തിയില്ല എങ്കിൽ യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നുണ്ട്. കൂടുതൽ തീവ്രതയോടെ യുദ്ധത്തിനിറങ്ങിയാൽ പക്ഷേ യുഎസ് വലിയ വിപത്തിലേക്കായിരിക്കും പോവുക. പിന്നീട് പിന്തിരിയാനാകാത്ത കുഴപ്പത്തിലേക്ക് ട്രംപ് പോകുമോ എന്നതാണ് ചോദ്യം. വിപണിയും കുരുക്കിലാകും. ക്രൂഡ് ഓയിൽ വില കുതിക്കും. സ്വർണ്ണ വില ഇടിയും. അന്താരാഷ്ട്ര കൈമാറ്റങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകും. ഇന്ധന മേഖല കുഴപ്പത്തിലാകും. ലോകമാകെ ഇത് ബാധിച്ച് നട്ടം തിരിയും. ഇതിനിടെ സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടെങ്കിലും അന്തിമ കരാറിലേക്ക് ഇനിയും എത്താനായിട്ടില്ല എന്ന നിലപാട് ഇറാൻ പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. ചർച്ചകളിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഇനിയും ധാരണയാകാനുണ്ട് എന്നും ഉടൻ തീരുമാനത്തിൽ എത്താനാകുമോ എന്ന് ഇപ്പോൾ പറയാനാകാത്ത സ്ഥിതിയാണ് എന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ടെലിവിഷനിലൂടെ നടത്തിയ അഭിസംബോധനയിൽ പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ആദ്യഘട്ട ചർച്ചകളിൽ ഇറാൻ പ്രതിനിധി സംഘത്തെ നയിച്ച ഗാലിബാഫും സംഘവും രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വ്യാഴാഴ്ച പാകിസ്ഥാനിൽ എത്തിയേക്കുമെന്ന് കഴിഞ്ഞ ദിവസം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിനിടെയാണ് ഹോർമുസിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഗാലിബാഫ് നിലപാട് വീണ്ടും വ്യക്തമാക്കിയത്. യുദ്ധം തുടരുകയാണെങ്കിലും എങ്ങനെയായിരിക്കും തങ്ങളുടെ മുന്നൊരുക്കം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന നിലപാട് പ്രഖ്യാപനം കൂടി ഗാലിബാഫ് പ്രസംഗത്തിൽ നടത്തിയിരുന്നു എന്നത് ഗൗരവതരമാണ്. യുഎസിന്റെ സകല ശേഷിയും ഉപയോഗിച്ചിട്ടും ഇറാന് പ്രതിരോധിച്ച് നിൽക്കാൻ ആയ സാഹചര്യം അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു.
മാത്രമല്ല US-ഉം ഇസ്രായേലും ശത്രുരാജ്യം എന്ന നിലയിൽ ഇപ്പോൾ തങ്ങളുടെ മുഖ്യ എതിരാളികളായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ ഗാലിബാഫ് അമേരിക്കയുടെ ഐഡന്റിറ്റിയും ചോദ്യം ചെയ്തു. ഈ യുദ്ധത്തിലെ ഐഡന്റിറ്റി അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികളെ ശക്തമായി നേരിടും. അമേരിക്കയ്ക്ക് കൂടുതൽ പണവും വിഭവങ്ങളും അനുഭവ സമ്പത്തും ഉണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞങ്ങൾ തന്ത്രപരമായ ആസൂത്രണത്തിലൂടെ പ്രതിരോധിക്കാൻ പ്രാപ്തരാണ് എന്ന് തെളിയിച്ചു. കഴിഞ്ഞ കുറച്ച് നാളിനിടെ തന്നെ 150 ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇറാന് കഴിഞ്ഞു. ഒരു F-35 വിമാനത്തിന് സമീപം മിസൈൽ സ്ഫോടനം നടത്താൻ കഴിഞ്ഞു. ഇറാന്റെ സാങ്കേതിക മുന്നേറ്റം അപ്രതീക്ഷിതമായി ലോകം പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് വളർന്നു എന്നുള്ളതിൻ്റെ തെളിവാണിതെല്ലാം. സാങ്കേതികമായും മറ്റ് സാമ്പത്തികമായും ഇറാൻ വലിയ പുരോഗതി കൈവരിച്ചതായും ഡ്രോണുകളെ പ്രതിരോധിക്കാനും നൂതന യുദ്ധവിമാനങ്ങളെ നേരിടാനുമുള്ള കഴിവിൽ രാജ്യം മുന്നിലാണ് എന്നും ഗാലിബാഫ് പറഞ്ഞു. അമേരിക്ക ഫസ്റ്റ് എന്ന നയം അമേരിക്കയുടെ വെറും വാക്കാണ്. അവർക്ക് പ്രധാനം ഇസ്രായേലാണ്. ഇസ്രായേലിൽ നിന്നുള്ള തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. സംഘർഷത്തിൽ അമേരിക്ക മുന്നോട്ട് വച്ച ലക്ഷ്യങ്ങൾ ഒന്നും നേടിയിട്ടില്ല എന്നും ഗാലിബാഫ് പറഞ്ഞു. തങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനാലാണ് വെടിനിർത്തലിന് തയ്യാറായത്. എന്നാൽ പിന്നീട് ഹോർമുസിൽ US തന്നെ അത് ലംഘിച്ചു എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഹോർമുസിൽ വ്യോമ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കയുടെ നീക്കം തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാൻ ഹോർമുസ് അടച്ചതായി പ്രഖ്യാപിച്ചത്. ഇതോടെ ചർച്ചയുടെ രണ്ടാം ഘട്ടം സംബന്ധിച്ച തീരുമാനം അനിശ്ചിതത്വത്തിലാണ്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഏറ്റവും ഉന്നത തലത്തിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇസ്ലാമാബാദിലേത്. എന്നാൽ അടുത്ത ഘട്ട ചർച്ചകൾക്കുള്ള തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി സയ്യിദ് ഖത്തീബ് സാദയും വ്യക്തമാക്കി. എന്നാൽ ഉള്ള അലമ്പൊക്കെ ഉണ്ടാക്കി ഹോർമുസും അടപ്പിച്ചതിന് ശേഷം ഇറാനുമായി മികച്ച രീതിയിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. US-നെ ഭീഷണിപ്പെടുത്താൻ ഇറാൻ പക്ഷേ ശ്രമിക്കരുത്, അത് അപകടമാണ്. ലോകത്തെ എണ്ണ കടത്തിൻ്റെ 1/5 നടക്കുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയത് അംഗീകരിക്കാനാകില്ല. ഇറാൻ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയ ഉപരോധം യുദ്ധം തീരും വരെ തുടരും എന്നുമാണ് ട്രംപിൻ്റെ നിലപാട്. പക്ഷേ അടുത്ത ഘട്ട ചർച്ചയിലേക്ക് കടക്കും മുമ്പ് എന്തായാലും ഇറാന്റെ ആധിപത്യത്തിലുള്ള ഹോർമുസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അമേരിക്ക ചർച്ചകൾക്ക് താല്പര്യമെടുക്കുന്നു എന്ന് ട്രംപിൻ്റെ ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതിൻ്റെ തുടർച്ചയായി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഇതേസമയം ഹോർമുസിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്ത സാഹചര്യം തണുപ്പിക്കാൻ ഇറാൻ ഇന്ത്യയുമായി കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തി. ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ പോകുന്ന ഇറാൻ ഇതിൻ്റെ പേരിൽ പരസ്പരം പോരടിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാനായി അവരുടെ ഇന്ത്യൻ പ്രതിനിധിയെ കൊണ്ട് തന്നെ ഇടപെടുവിച്ചു. ഇന്ത്യയും ഇറാനുമായുള്ള ബന്ധം ശക്തമാണ് എന്ന് ഇറാൻ പരമോന്നത നേതാവിൻ്റെ ഇന്ത്യൻ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹി പറഞ്ഞു. പരാമർശിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് എനിക്ക് നേരിട്ടറിയില്ല, അത് ശരിയാകുമെന്നും പരിഹരിക്കപ്പെടും എന്നുമാണ് ഞങ്ങൾ കരുതുന്നത് എന്നും NIA-യോട് പ്രതികരിക്കവേ അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സമാധാനമാണ് വേണ്ടത്, മറുപക്ഷത്തുള്ളവരും അത് പിന്തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലേക്ക് അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവുമായി വരികയായിരുന്ന 14 കപ്പലുകളുടെ വ്യൂഹത്തിൽപ്പെട്ട 2 കപ്പലുകൾക്ക് നേരെയാണ് IRGC വെടിയുതിർത്തത്. ഇതോടെ 13 കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലെ വിവിധ ഇടങ്ങളിലേക്ക് പോയി. 14 കപ്പലുകളിൽ 7 മാത്രമേ ഇന്ത്യൻ പതാക ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് വേണ്ടി വന്ന ഇന്ത്യൻ പതാകയുള്ള കപ്പൽ ഹോർമുസ് കടന്നു വന്നു, അതിന് അനുവാദം കൊടുത്തു എന്നും PTI റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഉപരോധം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അമേരിക്കൻ ഇസ്രായേൽ കപ്പലുകൾ തടഞ്ഞപ്പോഴൊന്നും ഇന്ത്യൻ കപ്പലുകളെ തടഞ്ഞിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് ഹോർമുസ് അടച്ചതിൻ്റെ തുടർച്ചയായി ഉണ്ടായ ആശയവിനിമയ പ്രശ്നമാണോ, അതിൻ്റെ തുടർച്ചയായിട്ടാണോ വെടിവെച്ചത്, ഇന്ത്യൻ കപ്പലെന്ന് മനസ്സിലാക്കാതെ വെടിവെച്ചതാണോ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനി വിശദീകരണം ഇനിയും വരേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇലാഹിയുടെ പ്രതികരണം. എന്തായാലും ഹോർമുസ് വീണ്ടും അടച്ചതിന് ശേഷം ആദ്യഘട്ടത്തിൽ പ്രതിരോധത്തിനിടെയുണ്ടായ ഇത്തരം സംഭവങ്ങൾ ജാഗ്രതയോടെയാണ് ഇറാൻ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ സംഘർഷങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ട്രംപിന്റെ വെല്ലുവിളിക്കും ഭീഷണിക്കും മറുപടി കൊടുക്കുക എന്നതിനപ്പുറത്ത് സമാധാന അന്തരീക്ഷം കലുഷിതമാക്കാൻ ഇറാനും ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തുടർ ചർച്ചകൾക്കായുള്ള അണിയറയിലെ ആലോചനകൾക്ക് ഫലമുണ്ടാകും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോഴും വിലയിരുത്തുന്നത്. എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. സമാധാനം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയോടെ വിട. നന്ദി, നമസ്കാരം.